രാജീവ് മരണം കണ്ടിട്ട് മടങ്ങി വന്ന ആളാന്ന് പറഞ്ഞു. ഇത് ഒരു അമാനുഷിക ശക്തിയോ അല്ലെങ്കിൽ അമാനുഷിക കർമ്മോ കാര്യങ്ങളൊന്നും അല്ലത്. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അപകടമാണിത്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു മരം മുറിക്കുന്ന സമയത്താണ് അത് എന്റെ തലയിൽ വീഴുന്നതും. എന്ത് തല വീണു? ഈ മരം മുറിച്ചിട്ട് എന്റെ തല വീണു. അവിടെ വെച്ചിട്ട് എന്നെ ചെവിട്ടിന്നും ബ്ലഡൊക്കെ വന്നു, ആകെ സീനായി. അത് പിന്നീട് എന്നെ താടി കൂട്ടി കെട്ടിക്കിടത്തി നിലവിളക്ക് വെച്ച് കത്തിച്ച് ആ ചടങ്ങളൊക്കെ കഴിഞ്ഞ് അത് ബോഡി മരിച്ചു. വിട്ട് അത് ബോഡി ചിതയിലേക്ക് എടുത്തുകൊണ്ട് പോണ വെച്ചതിന് ശേഷമാണ് എന്നെ എന്റെ ജീവൻ തിരിച്ചു വന്നേ. എല്ലാവരും എന്റെ വീട്ടിൽ എത്ര നേരം കഴിഞ്ഞ്? ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ മരിച്ച് 4 മണിക്കൂർ അത് ആണ്. അപ്പൊ എനിക്ക് ആര് പറഞ്ഞു? അല്ല, അതെല്ലാവരും പറഞ്ഞതിനോട് അങ്ങനെ പറഞ്ഞു. എനിക്ക് അനുഭവപ്പെട്ട കുറെ കാര്യങ്ങളുണ്ടായിട്ടില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാനുഷിക കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ടും. കാരണം ഇതെല്ലാം എനിക്കത് ബോധ്യപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ടും എനിക്ക് ഈ നിമിഷം വരെ ഒരു അമാനുഷിക ശക്തി ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പൊ ഇത് പലർക്കും സംഭവിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. എനിക്ക് മാത്രമൊന്നുമല്ല, ഒരുപാട് ആൾക്കാർക്ക്. പക്ഷെ ഇത് വരുമ്പോൾ ചില ആൾക്കാർക്ക് ചില എനർജികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് തിരിച്ചു വരുമ്പോൾ. അത് പലർക്കും പല തരത്തിലായിരിക്കും. എനിക്കിത് വന്നതിന് ശേഷം അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചു വന്നതിന് ശേഷം എനിക്കുണ്ടായ കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ ഒരാൾക്കൊരു വ്യക്തി, ഞാൻ ആദ്യം അതിന് ശേഷം പല കാര്യങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പലരും എന്നെ കാണുമ്പോൾ അവരുടെ ബോഡി കിടന്ന് വിറയ്ക്കണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കാണുന്നുണ്ട്. അത് എനിക്കൊരു മനുഷ്യശക്തി ഉണ്ടായിട്ടല്ല. പിന്നീട് അത് മനസ്സിലായി വന്നപ്പോഴാണ് മനസ്സിലാവണേ ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് കാണാൻ പറ്റാത്ത എനർജി ഉണ്ടാകുന്നു, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു, അവരോട് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് മനസ്സിലായി. ആ മനസ്സിലായ കൊണ്ട് പല ആൾക്കാർക്കും അതുകൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിമിഷം ഇന്ന് ആലോചിക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ മരിച്ചു എന്ന് മനസ്സിലായി? നമ്മള് ബോഡി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ ശരീരം കാണുന്നത് എനിക്ക് ഫീൽ ചെയ്തത് എന്നെ കിടത്തിയ കാര്യം തന്നെ ഞാൻ കാണുന്നത്. ഈ താടി കൂട്ടി കിടത്തിയ കാര്യം തന്നെ കാണുന്നത്. ഞാനത് കണ്ട ഒരാളാണ്, എനിക്കത് ബോധ്യപ്പെട്ട ഒരാളാണ്. അപ്പൊ അത് ഞാനത് ഈ ഒരു വേദി പറയണത് ഇത് മരണാനന്തര ഒരു ജന്മം ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ 100% വിശ്വസിക്കുന്നു. 4 മണിക്കൂർ അപ്പം ആൾക്കാര് ഇങ്ങനെ ചുറ്റും ഇരുന്ന് കരയൊക്കെ ചെയ്യുമായിരുന്നു. 6-7 മണിക്കൂർ 4-5 മണിക്കൂർ എന്റെ വീട്ടിലെല്ലാവരും ചുറ്റും. ഇത് വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ? പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചാനലൊന്നും പിടിക്കാനില്ല. ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴാണ് ചാനൽ പിടിച്ച് ഇപ്പോഴാണ് ചാനലിൽ പിടിച്ചത്. ഞാനിത് പറയുമ്പോ ഞാൻ അതിനുശേഷം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാനത് ആരോടും പറഞ്ഞിട്ടൊന്നും ഒരു കാണല്ല. ഇനിയിപ്പോഴും പറയാനല്ല. അപ്പൊ ഞാനൊരു ചാനലിൽ ഇങ്ങനെ നന്നായി പറഞ്ഞാ. എത്ര കൊല്ലത്തിന് മുമ്പായി സംഭവം? ഇത് ഏകദേശം ഒരു 15-16 വർഷത്തിന് മുമ്പായി. അപ്പൊ ഇതുകൊണ്ട് പിന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി? അതിനുശേഷം നമുക്ക് വന്ന ഒരു കാര്യം ഉണ്ടായപ്പോ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എനിക്കൊരു ക്ഷേത്രമുണ്ട്. എന്റെ കുടുംബക്ഷേത്രം വർഷങ്ങളായിട്ടുള്ള ക്ഷേത്രമുണ്ട്. അത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു ബിസിനസിന് ഉണ്ടാക്കി വെച്ച ക്ഷേത്രമൊന്നുമല്ല. എന്റെ പാരമ്പര്യം എന്റെ കുടുംബക്ഷേത്രമാണ്. അത് മരണത്തെ കുറിച്ചൊക്കെ പേടിയുള്ള ആൾക്കാരാണോ അവിടെ ഭക്തരായിട്ട് വരുന്നത്? ഒരുപാട് ആൾക്കാർ പലതരത്തിൽ വരുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് ചെറുപ്പക്കാർ, ആമ്പിള്ളേർ ഏറ്റവും കൂടുതൽ വരുന്നത്. ചെറുപ്പക്കാര് ആമ്പിള്ളേരെ തന്നെ ഏറ്റവും കൂടുതൽ. പല ആൾക്കാർക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പേടി അല്ലെങ്കിൽ മദ്യത്തിന് അടിമാവുക, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരുപാട് ആൾക്കാർ. ഇത്തരം വന്ന ആൾക്കാർക്ക് നമുക്ക് അവരുടെ കൂടെ ഒരു എനർജി ഉണ്ടെങ്കിൽ മാറ്റാൻ കഴിയും. നമുക്ക് നിങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.